ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. അപ്പൊ മാപ്പ് വന്നിട്ടുണ്ട്, വലിയൊരു മാപ്പ് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം പേർലി മാണി ഈ ഒരു മാപ്പ് പോസ്റ്റില് ഞാൻ നോക്കിയപ്പം പേർലി മാണി ഇട്ട പോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ സബ്ടൈറ്റിൽ ഇട്ട് സിനിമ കാണത്തില്ലേ, അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു വിശദീകരണം തന്നെ തരുന്നുണ്ട്. ആ പോസ്റ്റിൽ പേർലി മാണി ആ വിശദീകരിക്കുന്ന പോസ്റ്റിനെ കുറിച്ച് ഇവിടെ ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇട്ട സ്റ്റോറികളിലൊക്കെയാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞ് കുരുങ്ങിപ്പോയ പേർലി മാണി ഇപ്പൊ ഒരു വലിയൊരു മാപ്പപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതോ ആ വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അവർ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു തരത്തില്ല അതിന്റെ അർത്ഥം അത് ഇങ്ങനെയാണ്, അതിന്റെ ഗ്രാമർ ഇങ്ങനെയാണ് എന്നൊക്കെ പറയത്തില്ലേ. എനിക്ക് അതുപോലെയൊക്കെയാണ് തോന്നിയത്. എന്തായാലും ഞാൻ അതവിടെ വെക്കുന്നില്ല. കാരണം അതില് പേർലി മാണി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും നമുക്ക് ബാലൻസ് ചെയ്യണം, ഭരിക്കുന്ന പാർട്ടിയെ നമുക്ക് ബാലൻസ് ചെയ്യണം. ഇങ്ങനെ ബാലൻസ് ചെയ്ത് രണ്ട് വള്ളത്തിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം ഇപ്പം മാപ്പപേക്ഷയുമായിട്ട് വന്നിരിക്കുന്ന പേർലി മാണി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ഒരു വിശദീകരണത്തിലേക്ക് പോകാം. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേർലി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. അതിനുശേഷമാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സബ്ടൈറ്റിലിട്ട് സിനിമ കാണുന്ന പോലെയാണ് ആ വായിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്, അത് അത്രേ ഉള്ളൂ. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, എനിക്ക് DM-ലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. ആ മെസ്സേജ് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയണോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ റീൽസ് എല്ലാം കയറി കണ്ടു. അങ്ങനത്തെ റീൽസും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അത് മനസ്സിലാക്കി വെച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും റീൽസ് കണ്ടതാണ്. അവിടെ ഏറ്റവും കൂടുതൽ റീൽസ് വന്നത് ഏതാണ്? അവിടെ ആ കുട്ടികളെ ഉപദ്രവിക്കുന്നതും ആ കുട്ടികൾ സമരം ചെയ്യുന്നതും പോലീസുകാർ അവരെ മർദ്ദിക്കുന്നതും ഇതൊക്കെയാണ് ആ റീൽസിലൊക്കെ ഒരുപാട് വന്നത്. അതെല്ലാം കണ്ടതിന് ശേഷമാണ് ഈ പറഞ്ഞ ബാലൻസിങ് പോസ്റ്റ് പേർലി മാണി ഇട്ടത്. ഒരുപാട് പേര് DM ചെയ്തു, എന്താണ് പേർലി പ്രതികരിക്കാത്തതെന്ന്. പേർലി ഇതിലും നല്ലത് പ്രതികരിക്കാതിരിക്കുന്നതായിരുന്നു. എത്രയോ സെലിബ്രിറ്റീസ് പ്രതികരിക്കാതിരുന്നു. നമുക്കറിയാം, പ്രതികരിക്കാതിരിക്കുമ്പോഴേ അവരുടെ പേടി എന്താണെന്നുള്ള ED പേടി. ഇപ്പം പേർലി മാണിക്ക് സംഭവിച്ചത് എന്താ? പേർലി മാണിയുടെ ഫോളോവേഴ്സ് ഒക്കെ ഒരു 5 ലക്ഷത്തോളം താഴ്ത്തു പോയി. ഇനിയും കുത്തനെ താഴ്ത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ഇനി അതിനും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ പേർലി മാണിക്ക് വന്നിരിക്കുന്നത്. പേർലി മാണി സത്യത്തിൽ കുരുങ്ങി നല്ല കുടുങ്ങി. നമ്മള് ഒരു കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടുകളാണ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ നിലപാടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഒരാൾ ഫോഴ്സ് ചെയ്ത് നിലപാട് പറയിപ്പിക്കരുത്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് പറഞ്ഞു പോയാൽ ഇങ്ങനെ ഇരിക്കും പേർലി മാണിയുടെ അവസ്ഥ. ഇപ്പൊ പേർലി മാണിക്ക് അറിയാം, പേർലി മാണി ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാതൊരു പോസ്റ്റ് ഇട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി എയറിൽ നിന്ന് എയറിലേക്ക് പോകുമെന്ന് കൃത്യമായിട്ട് അറിയാം, കുറെ ഫോളോവേഴ്സ് പിന്നെയും പോകുമെന്ന് അറിയാം. ഇപ്പൊ അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇവിടെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. മിക്കവാറും ഈ വീഡിയോയ്ക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കേണ്ടി വരും. ഈ ഒരു പോസ്റ്റാണ് ഞാൻ ഇട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടതാണ്. വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു, സ്ട്രെയിറ്റ് ആണ് ആ പോസ്റ്റ്, ശരിയല്ലേ? അങ്ങനെ എത്രയോ നടന്മാരും നടിമാരും സെലിബ്രിറ്റീസും എല്ലാം പോസ്റ്റ് ഇട്ടു. അവരൊക്കെ സ്ട്രെയിറ്റ് ആണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവർ പിന്തുണയ്ക്കുന്നത് ഇന്ന വിഷയത്തെയാണ്, ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഇന്ന ആളെയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആരെയും പേടിച്ചുകൊണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയണമല്ലോ എന്ന് പറഞ്ഞതല്ല. പക്ഷെ പേർലി മാണി ഇവിടെ ചെയ്തെന്താ, എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ഇട്ടു. അപ്പം പറയുന്നതാണ് ഇത് ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളെന്ന്. പോസ്റ്റ് ഇട്ടതേ ഓർമ്മ കാണത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ കേറി നിരങ്ങി എന്നുള്ളതാണ്. ഫോളോവേഴ്സ് ഉൾപ്പെടെ ഇവർക്കെതിരെ തിരിഞ്ഞു, ഈ പേർലിക്കെതിരെ തിരിഞ്ഞു. പേർലി ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഈ 2 വള്ളത്തിൽ കാല് വെച്ചാൽ ഉണ്ടികൂതി വീഴുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതിനുശേഷം ഇട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും.
പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. മെജോറിറ്റി ആൾക്കാരും പോസിറ്റീവാണ് കണ്ടതെന്ന്. ഈ ഇട്ട പോസ്റ്റിന്റെ താഴെ ഒന്നും മെജോറിറ്റി ആൾക്കാര് ഈ പറഞ്ഞ പേർലിമാണിയെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. പേർലിമാണിക്കെതിരായിരുന്നു. അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തവും ഈ ലേഡീസ് തന്നെ എടുത്ത് ഓരോ വീഡിയോ ഇടാൻ തുടങ്ങി. കാരണം എന്താ, പേർലിമാണി ബ്ലോക്ക് ചെയ്തു തുടങ്ങി. അതിനെതിരെ കമന്റ് വരുന്തോറും അവരെ ബ്ലോക്ക് ചെയ്യുകയും കമന്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതായിരിക്കും പറയുന്നത് മെജോറിറ്റി ആൾക്കാരും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആദ്യം വന്നതെന്ന്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? കുത്തിയിരുന്ന് കമന്റ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യുമല്ലേ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കമന്റ് ബോക്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ മെജോറിറ്റി ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് പേര് പിന്നെ വീഡിയോ എടുത്ത് ഇടാൻ തുടങ്ങി, പേർലിമാണി ബ്ലോക്ക് ചെയ്തു എന്ന്. അവിടെയാണ് പേർലിമാണി ആദ്യം പെടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല, ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്. ആര് പറഞ്ഞു? പേർലിമാണി പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ സേഫ്റ്റി നോക്കി നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ പോകുമെന്നല്ലേ പറഞ്ഞത്? ആ പോസ്റ്റ് വായിക്കുന്നത് ഇപ്പൊ പേർലിമാണി വായിച്ച രീതിയിലാണെങ്കിൽ പേർലിമാണിക്ക് അനുകൂലമായിട്ടല്ലേ പറയൂ. അതിപ്പോ ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് കൊടുത്തൊരു വിശദീകരണമൊക്കെ ചോദിച്ചു കാണും. ആ വിശദീകരണം കിട്ടിയപ്പോൾ ആ വിശദീകരണത്തെ ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. അത് പറഞ്ഞത് എന്താണ്? നിങ്ങൾ സേഫായിട്ട് നിങ്ങൾ ഇതിനൊന്നും പോയിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ പോയിരിക്കൂ, അപകടം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ആക്രമണത്തിന് നിൽക്കരുത് എന്നുള്ള രീതിയിൽ ഈ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും അതിനകത്ത് പറഞ്ഞിട്ടില്ലേ. പക്ഷെ അത് പേർലിമാണി വിശദീകരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സീനും ഒക്കെ. ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പോസ്റ്റ് കണ്ടു, എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ. അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. പേർലിമാണി പറഞ്ഞല്ലോ നിങ്ങളെല്ലാം സേഫായിട്ട് വീട്ടിൽ പോയിരിക്കൂ, ആക്രമണ സംഭവങ്ങളിൽ ഇടപെടരുത് ഒരാൾ വിചാരിച്ചാൽ. അപ്പൊ എനിക്ക് ആ പോസ്റ്റ് കണ്ടിട്ട് ആ പുള്ളി, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാരാണ് ആ വിശദീകരിച്ച് ആ പോസ്റ്റ് ഇട്ടതെന്ന് ഉള്ളത്. ആ പോസ്റ്റിനോട് ആ വിശദീകരണത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു ഇഷ്യൂ അവിടെ നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം, നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കണം, നിങ്ങൾ ആക്രമണ സംഭവങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനും പറഞ്ഞ കാര്യമാണ് എന്റെ വീഡിയോയിൽ. നമ്മുടെ പൂർവികർ ഇതുപോലെ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്നുള്ളത് നമ്മളും ചോദിച്ചതാണ്. അവര് വീട്ടിൽ പോയിട്ട് അവരും വിചാരിക്കുകയാണ്, എന്തിനാ നമ്മളാണെങ്കിൽ ഈ സമരത്തിന് പോകുന്നത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവര് പോകാതിരുന്നിരുന്നെങ്കിൽ, ഈ പേർലിമാണി പറയുന്ന പോലെ വീട്ടിൽ പോയി ഇരുന്നിരുന്നെങ്കിൽ, സേഫായിട്ട് ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് ഞാൻ മാത്രമല്ല ഒരുപാട് ക്രിയേറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ച പുള്ളിയും ഇത് തന്നെയാണ് ചോദിച്ചത്. അതിലെന്താ തെറ്റ്? അതിലെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ആ പേർലിമാണി ഇട്ട പോസ്റ്റും അതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാധനം തന്നെ എൻ്റെ കമന്റ്സിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുകയാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. എനിക്ക് അതിനോടുള്ള യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യം
ഞാൻ എന്തിനു പോസ്റ്റ് ചെയ്യണം? അങ്ങനെ എനിക്ക് സംശയമുള്ള ഒരു കാര്യം ഞാൻ എന്തിനു പോസ്റ്റ് ചെയ്യണം? ഇത് സത്യമായിട്ട് ഇത് അങ്ങ് മെഴുകുവാണ് കേട്ടോ. മാപ്പ് കൊണ്ട് അങ്ങ് മെഴുകുക. അതായത് എനിക്ക് തെറ്റ് പറ്റിയെന്നങ്ങ് പറഞ്ഞാൽ പോരെ, മൊത്തത്തിലങ്ങ് പറഞ്ഞാൽ പോരായോ? ഇത് ഓരോന്നിനും വിശദീകരണം തന്നിട്ട് ഇനി ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുക പേർലി മാണിക്ക്. ഞാൻ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ ഞാനൊരു സ്റ്റോറി ഇടുമ്പം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഞാൻ ഇടുമ്പം എനിക്ക് അതിനകത്ത് താല്പര്യമില്ലാത്തൊരു സാധനം ഞാൻ ഇടുക. അതെങ്ങനെയാ? എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനം ഇടണോ വേണ്ടായോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെയും എന്താണ്, രണ്ടു വള്ളത്തിലാണ് കാലി ഔട്ടുന്നത്. ഇവിടെയും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ അങ്ങ് ഇട്ടതാണെന്ന്. എന്തൊക്കെയാ ഈ പറയുന്നത്? അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ആവേശത്തിൽ പറഞ്ഞു പോയതാ. ഈ ആവേശം വരാൻ കാര്യം, ഞാനത് വലിയ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള, ഞാൻ വലിയൊരു സെലിബ്രിറ്റി അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാല് ഇത് കൊള്ളുന്നത് മറ്റേവർക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്കറിയാമല്ലോ ആരെയാ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ ആ ഒരു സംവിധായകനെ കൊള്ളുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കൊണ്ടത് ഈ ബൂമറാങ് പോലെയായിരുന്നു, തിരിച്ച് പേർലിക്ക് തന്നെ ആയിപ്പോയി. അപ്പോഴത്തേക്ക് പേർലിയുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. അതാണ് ചുരുക്കം. I didn't mean to say that and I'm sorry if I hurt you by saying that. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, സോറി പറഞ്ഞു. അത് ഓക്കെ. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അതിന് സോറി പറയണം. അത് നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പൊ ആ സംവിധായകനോടാണെങ്കിലും ആ ഒരു പോസ്റ്റ് ഇട്ടതിനോടാണെങ്കിലും സോറി പറയുന്നുണ്ട്. ഓക്കെ, അത് സോറി, ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു. മനസ്സുകൊണ്ടാണെങ്കിൽ ഒരു ഡ്രാമയാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇനി രണ്ടു വള്ളത്തിൽ ചവിട്ടിക്കൊണ്ടുള്ള ഡ്രാമയാണോ എന്ന് അറിയത്തില്ലല്ലോ. എന്നാലും മനസ്സുകൊണ്ടാണെങ്കിൽ ആ സോറിയെ നമ്മൾ അംഗീകരിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയല്ലോ എന്താണേലും. നേരത്തെ പോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു, എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ നിന്നെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ്, ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി. ഈ ക്യാൻവ എന്ന് പറയുന്ന സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വർഷം 4 ക്യാൻവ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ക്യാൻവയിൽ ഞാനും പോസ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്, കളർ കൊടുക്കാറുമുണ്ട്. ആ കളർ കൊടുക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലാതെ മേടി വരുന്ന ഒരു കളറിൽ നമ്മൾ ചുമ്മാ അങ്ങ് പിടിച്ച് നിൽക്കുമല്ല. നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഏത് കളറിലായിരിക്കണം, അല്ലെങ്കിൽ അത് ആൾക്കാർ കാണുമ്പോൾ എങ്ങനെ അട്രാക്ഷൻ ആവണം എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട്. അത് അട്രാക്ഷൻ ആവുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇത് നമുക്കൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെയാണ് അതിനകത്ത് കളർ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ മേളിൽ നിന്ന് കണ്ടോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുവോ, മേളിൽ അങ്ങ് കുത്തി അപ്പോഴത്തേക്ക് ഒരു കളർ അങ്ങ് വന്നു, ആ കളറാണ് അവിടെ നിങ്ങൾ കണ്ടത്, ആ കളറിനെതിരെയാണ്, നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളതെന്ന് കമന്റ് വന്നു എന്നാണ് പറയുന്നത്. ഇത് ആരോടാണ് ഈ പറയുന്നത്? ക്യാൻവ യൂസ്, ഞാൻ പറഞ്ഞില്ല ഞാൻ ക്യാൻവ യൂസ് ചെയ്യുന്ന ആളാ. ക്യാൻവയിൽ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണെന്നുള്ളത് കളറ്. അല്ല, ഞാനൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നു, അത്രയും കഷ്ടപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പോസ്റ്റിന്റെ കളറ് ആരാണെങ്കിലും ആ കളർ സെലക്ട് ചെയ്യും. ഇത് ചുമ്മാ മേളിൽ വന്നൊരു കളർ ഞാനങ്ങ് ക്ലിക്ക് ചെയ്തു, അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കളറായി പോയിരുന്നു. ആരോടാണ് ഈ പറയുന്നത്? ഈ ക്യാൻവ യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. യെസ്, ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. കേരളയ്ക്ക് മാത്രമല്ല, നമ്മൾ ഈ വലിയ വലിയ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ല, അവരെല്ലാം സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഈ പറയുന്ന എനിക്കും ഉണ്ട്, ഞാനും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്കും പല പാർട്ടിയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. അതിൽ കിടന്ന് മെഴുകാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എല്ലാ പാർട്ടിക്കാരുമായിട്ടും ഞാൻ ലിങ്കാണ്, ഞാൻ ബ്ലിങ്കാണ്, ഇതൊക്കെ പറയും. പക്ഷെ എനിക്ക് അവരുമായിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല. അവരെല്ലാവരും എന്റെ കൂട്ടുകാരൊക്കെയാണ്, അതെല്ലാവരും പറയുന്നത്. ഇപ്പൊ നമുക്കും ഉണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഞാനും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാ. ഇന്ന പാർട്ടിക്കാരനാണ് ഞാനെന്ന് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് മറ്റുള്ള പാർട്ടിക്കാരുമായിട്ട് കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. പേർലിക്ക് അതൊക്കെ പറഞ്ഞാൽ പോരെ? ഇത് പോസ്റ്റ് വന്നപ്പോഴേ നമുക്കറിയാം പേർലിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ഇനി അത് വിശദീകരിച്ച് കുളമാക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പേർലി ആ കളറിനെ ഇഷ്ടപ്പെട്ടു, കാവി കളർ, ആ കളർ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനൊരു അങ്ങനെ ഒരു ചിന്താഗതി ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിക്കാരിയാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതും ഒരു ബാലൻസിങ് ആണ്. എല്ലാ പാർട്ടിക്കാരെയും ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ. എനിക്ക് അങ്ങനെയാ തോന്നിയിരിക്കുന്നത്. എത്രയോ BJP-ക്കാരും എത്രയോ കോൺഗ്രസ്സുകാരും എത്രയോ കമ്മ്യൂണിസ്റ്റുകാരും തുറന്നു പറയുന്നുണ്ട് ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന്. എത്രയോ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട്. എന്തിനാ ഉദാഹരണം രമേശ് പിഷാരടി ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടില്ലേ? മുകേഷ് ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം അത് പറയാനും ഒക്കെ ഒരു ധൈര്യം വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ബാലൻസിങ് ചെയ്യരുത്. ഈ ബാലൻസിങ് ആണ് ഇപ്പൊ പ്രശ്നത്തിലായത്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ is the one and only Sibi Malayalam, the director, the iconic, the most loved, the most celebrated. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഞാനല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയാൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ മാറ്റി. ഇപ്പൊ സിബി മലയിലിനെ കുറിച്ച് ഏകദേശം പഠിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോസ്റ്റ് ഇട്ടപ്പം ഇതൊന്നും അല്ലായിരുന്നു. ഇപ്പൊ അത് നേരെ മറിച്ചിട്ട് ഞാൻ സിബി മലയിലിനെ അല്ല പറഞ്ഞത്, സിബി മലയിലിന്റെ മകനെയാണ് പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെയാണ് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പൊ സിബി മലയിൽ വലിയൊരു ഡയറക്ടർ, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ, ഭയങ്കരം. എനിക്കിപ്പോ ഓർമ്മ വരുന്നതേ, ഉദയനാണ് താരമല്ലല്ലോ, ഈ ശ്രീനിവാസന്റെ ഒരു സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ വെക്കടാവടി അങ്ങനെയൊക്കെ പറയുന്ന ഒരു പടം ഉണ്ടല്ലോ, ആ സിനിമയ്ക്കകത്ത് തന്നെ ആ ഒരു സിനിമയുടെ പേരാ വെക്കടാ വെടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് സൂപ്പർ സ്റ്റാറുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ മറ്റേ ഒരു സിനിമ കണ്ടിരുന്നു, അടിപൊളിയാണ് എന്നൊക്കെ പറയുമല്ലോ. തിരിച്ച് അങ്ങോട്ട് പോയിട്ട് പറയും അവന്റെ സിനിമ എന്തോത്തിന് കൊള്ളാം, അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എനിക്കിപ്പോ അങ്ങനെയാണ് തോന്നുന്നത്. ആദ്യം സിനിമലയിൽ ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്, പരാജിതനായ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഇപ്പൊ അത് നേരെ ഉൾട്ടയാക്കിയിട്ട് സിനിമലയിൽ എന്ന് പറയുന്ന ആള് വലിയൊരു സംഭവമാണെന്ന് സോഷ്യൽ മീഡിയ പറയിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെ കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയിൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഇതിങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. Because he is one of the best directors of Malayalam cinema. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ഓക്കെ, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ സിബി മലയിലിനെ അല്ല, എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ആ ആളിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയത്തില്ലല്ലോ, ഇനി മനസ്സിൽ അങ്ങനെ ആയിരിക്കാം കരുതിയിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, അങ്ങനെ വലിയൊരു ഡയറക്ടറാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അങ്ങനെ തിരിഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചു വിട്ടതായിരിക്കാം. അങ്ങനെ തിരിച്ചു വിട്ടപ്പം അത് ഹർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എനിക്കെന്തോ അതിലൊരു സത്യം എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് സിബി മലയിൽ വലിയൊരു ഡയറക്ടറാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സിബി മലയിലിനെ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ ഭയങ്കരമായി സൈബർ ആക്രമണം നേരിട്ട ആളാണ് പേർലിക്ക്. പിന്നെ ഇരുന്ന് നല്ല ഇരുത്തി ഒന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി കാണും, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി, ഞാൻ പറഞ്ഞത് മൊത്തം ഉൾട്ടയായി പോയല്ലോ എന്നുള്ളത്. അതാണ് പറയുന്നത്, ഞാൻ നേരത്തെ ആദ്യം മുതലേ പറഞ്ഞത്, ഈ താല്പര്യമില്ലാതെ നമ്മൾ ഒരു പോസ്റ്റ് ഇടാൻ പോകരുത്, ഒന്നാമത്തെ കാര്യം. ആരെങ്കിലും ഫോഴ്സ് ചെയ്താൽ നമ്മൾ ഒരു പോസ്റ്റ് ഇടാൻ പോകരുത്. നമ്മളുടെ മനസ്സിൽ എന്താണോ കറക്റ്റായിട്ട് തോന്നുന്നത് അതിനെ അങ്ങ് എഴുതുക, അതങ്ങ് പറയുക. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഒരു പോസ്റ്റും ഇങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി മാത്രം പോസ്റ്റ് ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയോ സെലിബ്രിറ്റീസ് ഒക്കെ ആ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് നേരെ പോസ്റ്റ് ഇട്ടല്ലോ. അവർക്ക് ഈ പറഞ്ഞ EDM വീഡിയോ ഒന്നും പേടിയില്ലായിരുന്നു. പക്ഷെ എവിടെയോ ഒന്ന് ബാലൻസിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പേർലി മാണി ആരെയൊക്കെയോ പേടിച്ച് എഴുതിയ ഒരു പോസ്റ്റായിട്ടാണ് എനിക്ക് ആ പോസ്റ്റിനെ മൊത്തത്തിലും എനിക്ക് തോന്നിയത്. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്ന ഓരോ വാക്കിനും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഭയങ്കര വാല്യൂ ഉണ്ട്, ഭയങ്കര റിപ്പർക്കഷൻസ്. അതായത് അത് ചെയ്ത കുറെ കാര്യങ്ങൾ നടക്കാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നൗ ആൻഡ് ഐ വിൽ ട്രൈ ടു ബി എ ബെറ്റർ ഹ്യൂമൻ. ഐ ഹോപ്പ് യു വിൽ ഫൊർഗിവ് മീ. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ ഹ്യൂമൻ ആൻഡ് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ഐ സ്റ്റാൻഡ് വിത്ത് ദ best interest of our nation, the best interest of our students and our state,
എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാവൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും എന്തായാലും ഞാൻ ഇനി തിരുത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആ പോസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു, എന്റെ കയ്യിൽ അങ്ങനെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഇതിന് മുന്നേ ഇട്ട പോസ്റ്റുകളെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പേർലി മാണി ആ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം മൊത്തത്തിൽ എനിക്കിപ്പോ അടിയറവ് പറയാൻ വയ്യ എന്നുള്ളൊരു ഇതുകൊണ്ട് വാശി ഉണ്ടാകുമല്ലോ. ഫോളോവേഴ്സ് ഇപ്പം കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനി 5.3 എങ്ങാണ്ടായി. ഇപ്പൊ 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് താഴെ പോയെന്നാ പറയുന്നത്. ചിലപ്പോൾ അത് ഇനിയും താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പേർലി മാണിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വലിയൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നത്. നിങ്ങൾ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ ക്ലാരിഫിക്കേഷൻ പോലും സത്യസന്ധമായി തോന്നില്ല എന്ന് തോന്നിയവർ ഇവിടെ ഉണ്ട്. പലർക്കും അഭിനയം പോലെ തോന്നിയിട്ടുണ്ടാവും ഇത്. അതിനൊരു 13K ലൈക്ക് വന്നിട്ടുണ്ട്. 13K ലൈക്ക്. സത്യമായിട്ടും എനിക്കും ആ ക്ലാരിഫിക്കേഷൻ കണ്ടപ്പം എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ വന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ ഈ 13K ആൾക്കാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ, പുള്ളിക്കാരിക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയൂ. ഇംഗ്ലീഷ് അറിയാത്ത കേരളത്തിലെ ആളുകളുടെ ഭാഗത്താണ് തെറ്റ്. പേർലി മാണി മാത്രമാണ് ശരി. ആ വിശദീകരണ പോസ്റ്റ്, ആ ഇംഗ്ലീഷിലുള്ള വിശദീകരണ പോസ്റ്റ് കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ ഇട്ട് മെഴുകുന്ന കാണുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സബ്ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് നമ്മൾ സിനിമ കാണുന്നത് പോലെയാണ് വിശദീകരിച്ച് തരുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. സത്യം, പേർലിയുടെ വീഡിയോ ഇറങ്ങിയപ്പോഴേ ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അടിമുടി ഫേക്ക് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാൻ? ഇത് വെറും ഒരു ആക്ട് അഭിനയമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. സിമ്പതി കിട്ടാൻ ചുരിദാർ ഇട്ട് വന്നിരുന്നാൽ വിശ്വസിക്കാൻ മലയാളികൾ പൊട്ടന്മാരല്ല എന്നും ഒരു കമന്റ് വന്നിട്ടുണ്ട്. അടിമുടി ഫേക്ക് ആയിട്ടുള്ള ഒരാളെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എന്താ വെച്ചാൽ അങ്ങനെ എല്ലാവരിലും ഉണ്ട് ഫേക്ക് ആയിട്ടുള്ളത്, റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്മാരിലെല്ലാം ഉണ്ട് ഈ ഫേക്ക്. ചില സമയത്ത് നമ്മുടെ ഫേക്ക് വരവൊക്കെ വെളിയിൽ വരും. അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം പേർലി മാണിക്ക് മാത്രം ഒന്നുമല്ല. പിന്നെ പറഞ്ഞുണ്ട്, സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എങ്കിൽ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കൂടുതലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടേ തോന്നത്തുള്ളൂ. പതിവ് പോലെ തന്നെ എന്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്, പക്ഷേ പടം പൊട്ടും. ഈ കമന്റ് വായിച്ചിരുന്നാൽ തന്നെ കുറച്ച് ഇരിക്കാനുണ്ട്. ഞാൻ കാണുന്ന പേളിയുടെ അവസാന വീഡിയോ എന്ന് പറഞ്ഞ് അതിനൊക്കെ ഭയങ്കര ലൈക്കാണ് കേട്ടോ. ഞാൻ ഈ ലൈക്ക് നോക്കിയില്ല. 3.2, 3.6, 3.7 ലൈക്കുകളുണ്ട് കേട്ടോ. കമന്റിന് തന്നെ ഭയങ്കര ലൈക്കുകളാണ് വീഴുന്നത്. എയറിൽ നിന്ന് സ്പേസിലോട്ട് ഞാൻ കാണുന്ന പേളിയുടെ അവസാന വീഡിയോ ആണ് ഇത്. ആ പോയ 5 ലക്ഷം ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം ഫോളോവേഴ്സ് ഇറങ്ങിപ്പോയില്ലേ, അവരാരും ഇങ്ങനെയൊന്നും ക്ലാരിഫിക്കേഷൻ കൊടുത്താലൊന്നും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് ചിലർ പറയുന്നത്. കമന്റ് ബോക്സ് ഇതുവരെയും ഓണാക്കിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഓണാക്കാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ കമന്റ് ബോക്സ് ഓണാക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിരിക്കാം. അല്ല, കമന്റ് ബോക്സ് ഓണാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ചേച്ചിയോട് എന്തെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ ചേച്ചിയെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്നെ ബ്ലോക്ക് ചെയ്താലോ എന്നൊരു പേടി. അല്ല, നെഗറ്റീവ് കമന്റ് ഇടുന്ന എല്ലാവരെയും ബ്ലോക്ക് ചെയ്യുന്നതല്ലേ ചേച്ചിയുടെ ഒരു രീതി? അല്ല, സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തോണ്ടാണോ ഇപ്പൊ ജീവിതത്തിൽ അഭിനയിക്കുന്നത്? ഇപ്പൊ പേർലി അൺസബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ചോദിക്കുന്നതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കൂടുതലും നെഗറ്റീവ് കമന്റുകളാണ് കേട്ടോ അതിനകത്തും. പക്ഷെ അതിനകത്ത് നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കമന്റുകളൊന്നുമല്ല. പേർലിയുടെ ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണോ അവർക്ക് ഫീൽ ചെയ്തത്, അവരാണ് ആ ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പേര് അരിയാഹാരം കഴിക്കുന്ന ആളാണ് മലയാളി, എല്ലാത്തിനും അഭിനയം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കയറിയിട്ട് ആ വീഡിയോയുടെ താഴെ പോയി കമന്റേലും വായിച്ചാൽ മതി. ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലൊക്കെ പറഞ്ഞു തരുന്ന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചുമ്മാ താഴോട്ട് ഇങ്ങനെ കമന്റ് വായിച്ചു പോയാൽ മതി. ചിരിക്കാൻ കുറെ ഉണ്ട്. എന്തായാലും ക്ലാരിഫിക്കേഷൻ വീഡിയോയ്ക്ക് ഇനി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കുക. എന്നാലും ഇനി പേർലിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പേർലി പറയുന്നുണ്ട്. മനുഷ്യരല്ലേ, ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.